ഖുർആനിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം തന്നെ ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുന്ന ജീവിതം ക്ഷണികപ്രഭാ ചഞ്ചലമാണ്. കവിയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ പാന്തർ പെരുവടി അമ്പലം തന്നിലെ താന്തരായി കുടി വിയോഗം വരും പോലെ എവിടേക്കോ നടന്നു പോയൊരു യാത്രാ സംഘം വടിയരിയിൽ വിശ്രമത്തിനു വേണ്ടി ഒരു മരത്തണലിൽ ഒരുമിച്ച് കൂടി അവസാനം വിശ്രമിച്ചതിന് ശേഷം പിരിഞ്ഞു പോകുന്ന ഒരു യാത്രാ സംഘത്തെ പോലെ ഏതോ ഒരു ആരും കാണാത്ത അവസ്ഥയിൽ നിന്ന് ഈ ഭൂമി ലോകത്തേക്ക് പിറക്കപ്പെട്ട് ഒരു യാത്രാ സംഘം വൃക്ഷത്തണലിൽ വന്ന് കൂടിയിരുന്നിട്ട് വിശ്രമിച്ചിട്ട് തിരിച്ചു പോകുന്നത് പോലെ അവസാനം ഈ ഭൂമിയുടെ പുറന്തൊലിയുടെ മുകളിൽ നിന്ന് തിരിച്ചു പോകേണ്ട ഒരു ജീവിതമാണ് ഈ ഭൗതികമായ ജീവിതം എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ അടിക്കടി ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിക്കപ്പെടുമ്പോ ഈ സസ്യശ്യാമളമായ പച്ചപ്പരപതാനി വിരിച്ച പുൽമേടുകളും ഈ സൂര്യനും ഈ ചന്ദ്രനും ഈ നക്ഷത്രവും നമ്മുടെ ഈ കണ്ണ് തുറന്നാൽ ഒരു പ്രാവശ്യം കണ്ണൊന്ന് ചിമ്മി തുറന്നാൽ കണ്ണിന്റെ കൃഷ്ണമണിയുടെ മുകളിൽ നാം കാണുന്നു ഈ കാണുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഈ രാവും ഈ പകലും ഈ വെളിച്ചവും ഈ തെളിച്ചവും ഈ രാത്രിയും ഈ കാണുന്നതെല്ലാം അല്ലാഹു പറയുകയാണ് ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയാ കമാഇൻ അൻസൽനാഹു മിനസ് സമാ فاختلط به نبات الأرض مما يأكل الناس والأنعام حتى إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا فجعلناها حصيدا كأن لم تغن بالأمس كذلك نفصل الآيات لقوم يتفكرون. ഈ ലോകത്തിന്റെ അവസാനത്തിന് ശേഷം എന്ന ചോദ്യം, ലോകാവസാനത്തിന് ശേഷം എന്ന ചോദ്യം പ്രസക്തമാകുമ്പോ ആദ്യമായിട്ട് അല്ലാഹു പറയാണ് ലോകാവസാനത്തിന് ശേഷം എന്തെന്നറിയണമെങ്കിൽ ഈ ലോകാവസാനത്തിന് മുമ്പ് നീ ജീവിച്ചിരിക്കുന്ന ഭൗതിക ജീവിതം അതിന്റെ ഏറ്റവും വലിയ ഉപമ എന്തെന്നറിയോ? ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയാ, ഈ ഭൗതിക ലോകത്ത് നിന്റെ ജീവിതമുണ്ടല്ലോ മനുഷ്യ, ആരെ കുറിച്ചാണ് എന്നോട് നിങ്ങളോടും അല്ലാഹു പറയുകയാണ്. ഈ ഭൂമിയുടെ മുകളിൽ നീ ജീവിച്ചിരിക്കുമ്പോ രാത്രികളും പകലുകളും സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുമ്പോ നാളത്തെ ഭൗതികതയുടെ സ്വപ്നം കണ്ടുകൊണ്ടിന്ന് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ ഈ വയല് കിടന്ന് വീട്ടിലോട്ട് കിടന്നുറങ്ങാൻ പോകുമ്പോ ഓർക്കണേ, നീ രാവിലെ എഴുന്നേക്കാ സ്വപ്നം കാണുന്ന ഈ ഭൂമി നാളെ നീ സ്വപ്നത്തിൽ കണ്ട നീ ദുനിയാവ് എങ്ങനെയെന്നറിയുമോ? ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയാ, ഈ ഭൗതിക ജീവിതത്തിന്റെ ഉപമ കമാഇൻ അൻസൽനാഹു മിനസ് സമാ, വരണ്ടുണങ്ങി നിൽക്കുന്ന വയലേലകളിലേക്ക് വല്ലാത്ത സൂര്യന്റെ ചൂടേറ്റ് എല്ലാം കരിഞ്ഞ് തരിപ്പണമായി ഉരുണ്ട് കിടക്കുന്ന വരണ്ട് കിടക്കുന്ന വയലേലകളിലേക്ക് ആകാശത്തിന്റെ ഗർഭപാത്രം തുറന്ന് പെയ്തുറങ്ങുന്ന ഒരു മഴത്തുള്ളിയെ പോലെയാ. നിങ്ങൾക്കറിയാമല്ലോ, തൃശ്ശൂർ അമല ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ഇവിടേക്ക് സുന്ദരമായി യാത്ര ചെയ്യുമ്പോ നമ്മുടെ ഈ സുന്ദരമായ പണ്ടാറക്കാടിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇടത്തും വലത്തും വിശാലമായി കിടക്കുന്ന കണ്ണിനിമ്പം നൽകുന്ന സസ്യശ്യാമളമായ വലിയ ഒരു വയലേലകൾ രണ്ട് ഭാഗത്തും നിങ്ങൾ കാണാറില്ലേ? ഈ മഴക്കാലമല്ലാത്ത വേനൽക്കാലത്ത് അതിന്റെ അവസ്ഥ എന്താ? സൂര്യന്റെ കഠിനമായ ചൂടുകളേറ്റ് നെൽക്കതിരുകൾ മുഴുവനും വാടിക്കിടന്ന് എല്ലാം കരിഞ്ഞ് തരിപ്പണമായി വിണ്ടുകീറിയ വയലേലകളിലേക്ക് ആകാശത്തിലേക്ക് കാർമേഘം ഉരുണ്ടുകൂടുകയാണ്, മിന്നൽ പിണരുകൾ പായുകയാണ്. വരണ്ടുണങ്ങി കിടക്കുന്ന ഭൂമിയിലേക്ക് സജീവിത നൽകിക്കൊണ്ട് വെള്ളത്തുള്ളികളെ താഴോട്ട് കിടന്നു വരുമ്പോ അല്ലാഹു പറയുകയാണ് ഈ ഭൗതിക ജീവിതത്തിന്റെ ഉപമ എങ്ങനെയാ? കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ ഫഖ്തലത ബിഹി നബാതുൽ അർദി മിമ്മാ യഅകുലുൻ നാസു വൽ അനാം, വെള്ളത്തുള്ളി താഴേക്ക് വീഴുമ്പോ പച്ചപ്പ് വിരിച്ചുകൊണ്ട് ധാന്യ കതിരുകൾ അതിൽ നിന്ന് പൊട്ടി വിളന്നിട്ട് ആ ഭൂമി മുഴുവനും വല്ലാതെ മന്ദമാരി തന്റെ തലോടലേറ്റ് തലയാട്ടുന്ന ആട്ടുംകുട്ടിയെ പോലെ നെൽക്കതിരുകൾ പാകമായി വയലേല മുഴുവന് സസ്യശ്യാമളമായി. ഒരു ദിവസം പോകുമ്പോ വയലിന്റെ കർഷകൻ കാണുന്നതെന്താ? എന്റെ
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പതിവ് ശൈലി വിട്ടിട്ട് ഞാൻ വിഷയത്തിന്റെ പ്രഥമ ഭാഗത്ത് തന്നെ പറയുന്നതിന്റെ കാരണം എന്തെന്നറിയോ? നാം ഈ ചവിട്ടി നിൽക്കുന്ന ഭൂമിയുടെ ആയുസ് പറയുകയാ. വയലിൽ കൃഷി ചെയ്ത കർഷകൻ വന്ന് നോക്കുമ്പോ നെൽക്കതിരുകൾ വിളഞ്ഞിട്ട് നാളെ രാവിലെ കൊയ്യാൻ പറ്റുന്ന രീതിയിൽ തന്റെ അറകൾ മുഴുവനും ധാന്യമണികൾ നിറക്കുന്ന രീതിയിൽ ആ വയൽ മുഴുവനും ഇങ്ങനെ കൊയ്യാ ഭാഗമായി നിൽക്കുമ്പോ അല്ല പറയുകയാണ് നാളെ രാവിലെ പണിക്കാരുമായി വന്ന് ഈ വയല് കൊയ്തിട്ട് അതിന്റെ ധാന്യം മുഴുവനും വീടിന്റെ മുമ്പിൽ കൊണ്ടുപോയി അത് അടിച്ചു പരത്തി അരിയാക്കി കമ്പോളത്തിൽ കൊണ്ടുപോയി വെച്ച് കിട്ടുന്ന നോട്ടുമായിട്ട് തിരിച്ചു വരണമെന്ന സ്വപ്നം കണ്ട് ആ വയലിന്റെ ഉടമസ്ഥന് രാത്രിയിൽ പോയി നാളെ രാവിലെ കൊയ്യുന്ന വയല് സ്വപ്നം കണ്ട് കഴിയുമ്പോ പടച്ച റബ്ബ് പറയുകയാണ്, ആകാശത്തെ പടച്ച, ഭൂമിയെ പടച്ച, കാറ്റിനെ പടച്ച, കടലിനെ പടച്ച, ഈ കാണുന്ന എന്നെയും നിങ്ങളെയും പടച്ച, കാക്കയെ പടച്ച, മരം കൊത്തിയെ പടച്ച, കുയിലിനെ പടച്ച, വെട്ടുകിളിയെ ഉറുമ്പിനെ പടച്ച തമ്പുരാൻ പറയുകയാ. രാത്രിയിൽ സ്വപ്നം കണ്ടുകൊണ്ട് കർഷകൻ കിടന്നുറങ്ങുമ്പോ അന്ന് രാത്രിയിൽ എന്റെ തീരുമാനം വന്നപ്പോ അന്ന് രാത്രിയിൽ പടച്ച തമ്പുരാന്റെ തീരുമാനം വന്നപ്പോ അന്ന് പാതിരാ സമയത്തൊരു കൊടുങ്കാറ്റാറ്റടിഞ്ഞു. ആ പാതിരാ സമയത്ത് കിടന്നിറങ്ങുമ്പോ പാതിരാ സമയത്ത് അവൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോ രാത്രിയിലൊരു ചുഴലിക്കാറ്റാഞ്ഞു വീശുകയാ. രാവിലെ എഴുന്നേറ്റ കർഷകൻ പോയി നോക്കുമ്പോ വയലിലേക്ക് അവൻ പ്രഭാതത്തിൽ കാണുന്ന കാഴ്ചയേടാ. ഒറ്റക്കാടിന് പറയാൻ കഴിയാത്ത MD വാസുദേവൻ നായരുടെ തൂലികയിൽ വരാത്ത, ലോകത്തിന്റെ ഒരു സാഹിത്യകാരത്തിന് വിവരിക്കാൻ കഴിയാത്ത ഏറ്റവും ഒരു ഉപമയോടെ ഈ ദുനിയാവിന്റെ ഉപമ പടച്ച റബ്ബ് പറന്നു വരികയാ. രാവിലെ നോക്കുമ്പോൾ അവൻ കാണുന്നതെന്താ? കൊടുങ്കാട്ടടിച്ചിട്ട് സർവ്വതും തകർന്ന് തരിപ്പണമായി. ഒരു ധാന്യ കതിര് പോലും എടുക്കാനില്ലാതെ ഖുർആന്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ഇന്നലെ അങ്ങനെ ഒരു ഭൂമി അവിടെ ഇല്ലാത്തതുപോലെ, ഇന്നലെ അങ്ങനെ ഒരു വയൽ അവിടെ ഇല്ലാത്തതുപോലെ എല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോ എന്തേ സഹോദരങ്ങളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല? ഒരു കാറ്റടിച്ച് വീശിയിട്ടൊരു വയല് തകരുന്നത് എന്തേ വിശ്വസിക്കാൻ കഴിയുന്നില്ല? കഴിഞ്ഞ ദിവസമല്ലേ കേരളം മുഴുവനും 3 മിനിറ്റ് ഒരു ചുഴലിക്കാറ്റാഞ്ഞു വീശിയപ്പോ വൻമരങ്ങൾ പോലെ തോർത്തുകൊണ്ട് പിരിഞ്ഞതുപോലെ പിരിഞ്ഞു പോയില്ലേ? കേരളം മുഴുവനും ഒരു കൊടുങ്കാറ്റ് 3 മണിക്കൂറല്ല, 30 മണിക്കൂറല്ല, 3 മിനിറ്റ് മാത്രമായിട്ടുള്ള ഒരു കൊടുങ്കാറ്റാഞ്ഞു വീശിയപ്പോ വൻമരങ്ങൾ മുഴുവനും നനഞ്ഞ തോർത്തുകൊണ്ട് പിരിയുന്നത് പോലെ ഒരൊറ്റ പ്രാവശ്യം കണ്ട് കടപുഴകി താഴെ വീണു പോയെങ്കിൽ അല്ല പറയുകയാണ്, മോനെ, ഈ ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച് ഓർക്കുക. ഇത് വെറുതെ വയലേലയിൽ രാത്രിയിൽ അടിച്ചു വീശിയ കാറ്റ് പോലെയാണ്. നാളെ രാവിലെ നിന്റെ ബിസിനസ് കാണണമെന്നില്ല, നാളെ രാവിലെ നിന്റെ മക്കളെ കാണണമെന്നില്ല, നാളെ രാവിലെ നിന്റെ വീട് കാണണമെന്നില്ല. ഒരൊറ്റ രാത്രി കൊണ്ട്, വേണ്ട ഒരേ ഒരു നിമിഷം കൊണ്ട് ഈ വയലിന്റെ കർഷകൻ നഷ്ടപ്പെട്ടതുപോലെ നിനക്ക് താടയ്ക്ക് കൈയിരുത്തിട്ട് കുനിഞ്ഞിരിക്കേണ്ട അവസ്ഥയിൽ ഈ ലോകത്തെ നശിപ്പിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടെന്ന്. ഇതാണ് ദുനിയാവിന്റെ ഉപമ, ഇതാണ് ദുനിയാവിന്റെ ഉപമ. നമ്മൾ ജീവിച്ചു വെച്ചിരിക്കുന്ന കൈവെള്ളയിൽ കെട്ടിപ്പിടിച്ചിട്ടൊരു മനുഷ്യന് പോലും കൊടുക്കാറ് ഏറ്റവും വലിയ ബഹീലായി, ഏറ്റവും വലിയ ലുബ്ധനായി എനിക്കും എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും ആസ്വദിക്കാൻ, എനിക്കും ഭാര്യക്കും മക്കൾക്കും ആസ്വദിക്കാൻ കെട്ടിപ്പിടിച്ചിട്ട് കയ്യിൽ വെച്ചതിന്റെ ദുനിയാവില്ലേ, ഈ ലോകമില്ലേ, ഒരൊറ്റ നിമിഷം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇത് ദുനിയാവിന്റെ മാത്രം കാര്യമല്ല, ഇത് ഈ ഭൂമിയുടെ മാത്രം കാര്യമല്ല മോനെ. ഭൂമിയെ നശിപ്പിക്കാൻ മാത്രമല്ല, ഈ ഭൂമിയുടെ മുകളിൽ 10 ലക്ഷം ഭൂമികളെ ഒരേ സമയത്തിട്ട് അമ്മാനമാടാൻ പറ്റുന്ന വലിപ്പമുള്ള ഈ സൂര്യനുണ്ടല്ലോ, നാളെ രാവിലെ നീ ഉറങ്ങിയെഴുന്നേൽക്കുമ്പോ
ഈ സൂര്യനെ ചിലപ്പോൾ നീ കാണുകയില്ല. അഹങ്കരിക്കണ്ട മോനെ. എന്ത് കണ്ടിട്ടാണ് അഹങ്കരിക്കുന്നത്? ഈ കാണുന്ന തെങ്ങ് നീ കണ്ടോ? എന്ത് കണ്ടിട്ടാ അഹങ്കരിക്കുന്നത്? ഈ കാണുന്ന വടവൃക്ഷം കണ്ടോ? ആ വൃക്ഷത്തിന്റെ താഴ്ഭാഗത്ത് ഈ തെങ്ങൊന്ന് മറിക്കണമെങ്കിൽ ആളുകളെ വിളിച്ചു കൊണ്ടുവന്നാൽ ആഴത്തിലൊരു കുഴിയെടുക്കണം. കാരണം ഈ തെങ്ങിന്റെ വേരിങ്ങനെ പടർന്നു കിടക്കുകയാ. അതിന്റെ മണ്ണിന്റെ ഭാഗത്തോട്ട് വലിയൊരു വലിപ്പത്തിൽ വലിയ ഒരു കുറ്റി അതിനുണ്ട്. പക്ഷേ പൊന്നുമോനെ, ആ തെങ്ങൊന്ന് മരിച്ചുവിടാ പടച്ചറപ്പിന് സമയം വേണ്ട. ഈ ഭൂമിയുടെ മുകളിൽ കാല് ചവിട്ടി നിൽക്കുന്ന നിന്റെ കാൽപ്പാടത്തിന്റെ താഴെ ഒരു വേര് ടാ. നിനക്ക് കാൽപ്പാടത്തിന്റെ താഴെ ഒരു കുടിയില്ല. വെറുതെ കാൽപ്പാടം ചവിട്ടി വെച്ചിരിക്കുന്ന നീ ഈ തെങ്ങ് ഏറ്റവും വലിയ വേരുകളുള്ള തെങ്ങ് കടപുടകി വീടുകയാണ്. ഒരു വേര് പോലും ഇല്ലാത്ത നാളെ ഈ തെങ്ങിനേക്കാൾ വേഗത്തിൽ കടപുടകി വീടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇതിനൊരു അവസാനമുണ്ട്. മോനെ മൈക്കൊന്ന് ശരിയാക്കി. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ ബോധം നൽകട്ടെ. ഇങ്ങോട്ട് നോക്കി, ഇന്ന് തമാശയൊന്നും പറയൂല ഞാൻ. വിഷയം ഗൗരവമാണ്. നീ ഇങ്ങനെ വെച്ചേക്കണ ഈ സാധനമില്ലേ, ആർക്കും കൊടുക്കാതെ ഈ വെച്ചേക്കണ ഈ സാധനമില്ലേ, ഇത് നാളെ രാവിലെ നോക്കുമ്പോൾ കല്ലം തഗ്നബിൽ അംസ്. ഖുർആൻ ഞാനീ പറയുന്ന ഖുർആനാണ്. കല്ലം തഗ്നബിൽ അംസി. ഇന്നലെ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തന്നെ തോന്നൂല. ആകാശത്ത് നിന്ന് മഴത്തുള്ളി വന്നപ്പോൾ ഞാൻ നശിപ്പിച്ച ഈ വയലേല പോലെയാണ് നിന്റെ ദുനിയാവെന്ന് വിശുദ്ധ ഖുർആൻ. എന്റെ പൊന്നുമോനെ, 3 ദിവസം പടച്ചറബിന്റെ മഴ തിമിർത്തു പെയ്തപ്പോ ഇന്ത്യയിലെ സംസ്ഥാനമായ ഉത്തരാഞ്ചലിൽ 200 ഗ്രാമങ്ങൾ ഒഴുകിപ്പോയി. എവിടെ? 200 ഗ്രാമങ്ങൾ 3 ദിവസം പടച്ചറബിന്റെ മഴ തിമിർത്തു പെയ്തപ്പോ ഉത്തരാഞ്ചലിൽ 200 ഗ്രാമങ്ങൾ ഒഴുകിപ്പോയി. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നെടുമ്പാശ്ശേരി എയർപോർട്ട് അടച്ചിട്ടു. അപ്പോൾ ലോകാവസാനത്തിന്റെ സമയത്ത് ജലപ്രളയം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നായിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ട് ഒരു 12 മണിക്കൂർ അടച്ചു അല്ലേ? പിറ്റേ ദിവസം 3 മണി വരെ അടച്ചിട്ടപ്പോ ദുബൈയിൽ ബാഗും തൂക്കിയിട്ട് കേരളത്തിലോട്ട് വരാനിരുന്നവൻ ദുബൈയിൽ, ഇവിടെ നിന്ന് ഖത്തറിലോട്ട് പോകാൻ പോയവൻ നെടുമ്പാശ്ശേരിയിൽ. അങ്ങോട്ടും പോകാൻ പടിയില്ല, ഇങ്ങോട്ടും പോകാൻ പടിയില്ല. വാപ്പ അന്ന് മരിച്ചാൽ മോനും മയ്യത്ത് കാണാൻ പറ്റൂല, കാരണം ഫ്ലൈറ്റ് ഇല്ല. അള്ളാഹുവിന്റെ മഴ 3 ദിവസം തിമിർത്ത് പെയ്തപ്പോ മനുഷ്യനുണ്ടാക്കിയ മുഴുവൻ കോട്ടകളും അവിടെ വെച്ച് തീർന്നു. പടച്ചറബിന്റെ തദ്ബീർ വന്നപ്പോ ഭരണകൂടം നിശ്ചലമായി. ഭരണകൂടം എന്ത് ചെയ്യും? കേരള സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നെടുമ്പാശ്ശേരി എയർപോർട്ട് അടച്ചിട്ടു. വാപ്പയെ കാണാൻ വേണ്ടി വരുന്ന മകനെ കാണാൻ പറ്റൂല. എന്ത് ചെയ്യും ഉമ്മൻചാണ്ടി? ഹനുമാൻ പണ്ടിൽ എങ്ക പിടിച്ചോണ്ട് പോയാൽ ഉമ്മൻചാണ്ടി കൈവെള്ള വെച്ചിട്ട് ഇവനെ കൊണ്ട് പറക്കാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് ലോകത്തിനൊരു അവസാനമുണ്ട്. അത് മനുഷ്യന് മാത്രമല്ല, ഭൂമിക്ക് മാത്രമല്ല, സൂര്യനും മരണമുണ്ട്, ചന്ദ്രനും മരണമുണ്ട്, നക്ഷത്രങ്ങൾക്ക് മരണമുണ്ട്, മരങ്ങൾക്ക് മരണമുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ അവസാനമുണ്ട്. ഇതെല്ലാം അവസാനിച്ചതിന് ശേഷം വീണ്ടും തുറക്കപ്പെടും, വീണ്ടും ആരംഭിക്കും. എങ്ങനെയാണ്? ഇബ്രാഹിഖാനോട് ചോദിച്ചു, ഉസ്താദെ ഈ മരിച്ചതിന് ശേഷം പിന്നെ എങ്ങനെ എഴുന്നേക്കണേ? ഞാൻ പറഞ്ഞു, സബൂറാക്ക്, വന്ന് അവിടെ ഇരുന്ന് കേൾക്ക്. ഇപ്പൊ ഇവിടെ ഇരുന്നു അത് പറഞ്ഞ് എങ്ങനെ എഴുന്നേക്കണേ എന്നറിയണ്ടേ? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. നിങ്ങളൊരുമാതിരി ഉഷാറില്ലാതെ ഈ വെള്ളത്തിൽ വീണ പൂച്ചക്കുഞ്ഞിനെ മാറി ഇരുന്നാൽ ഞാനും തണുക്കും. നിങ്ങൾ ഉഷാറായാലേ നമ്മൾ ഉഷാറാവും. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. ഉറക്കെ ബോധം ഉണ്ടാകണമെങ്കിൽ ഖുർആൻ, ഞാൻ പറയുന്ന മുഴുവൻ ഖുർആനാണ്. ബോധം ഉണ്ടാകണമെങ്കിൽ ഖുർആൻ പഠിക്കണം. UK പോയി പഠിച്ച ബോധം ഉണ്ടാവുമോ? UK പോയി പഠിച്ചിട്ട് വന്ന ബോധം ഉണ്ടാവുമോ? കേരളത്തിൽ 2 പരസ്യമാണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ തൃശ്ശൂർ നഗരത്തിൽ പോയാൽ ഏത് ഇലക്ട്രിക് പോസ്റ്റിൽ നോക്കിയാലും 2 പരസ്യം കൂടുതലാണ് കേരളത്തിൽ. ഒന്ന്, UK പഠിക്കാൻ അവസരം. രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇപ്പോൾ ഉള്ള പരസ്യം, മൂലക്കുരു ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്താം. എവിടെ പോയാലും ഈ 2 പരസ്യമാണ് കൂടുതൽ. കാരണം നമ്മുടെ ഈ തീറ്റ ഏതാണ്ട് അതുവരെയൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഒന്ന്, UK പോയി പഠിക്കാൻ അവസരം. 2, അല്ലെ മിക്ക ഇലക്ട്രിക് പോസ്റ്റിലുള്ള പരസ്യം ഇതല്ലേ, മൂലക്കുരു ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്താം. ഇപ്പം ഏതാണ്ട് നമ്മൾ അവിടേക്ക് എത്തി നിൽപ്പുണ്ട്.
എൻ്റെ പൊന്നുമോനെ, ഇത് മരണത്തിന് ശേഷം ജീവിക്കുന്നതെന്ന് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഖുർആൻ പഠിക്കാൻ തയ്യാറാവും. ഖുർആന്റെ വരികളിലൂടെ നടക്കണം. എന്നാൽ ഈ ഭൂമിയിൽ നല്ലവനായി ജീവിക്കണം. അള്ളാഹുനാക്കി തരട്ടെ, അള്ളാഹുനാക്കി തരട്ടെ. അള്ളാഹു പഠിക്കാൻ തൗഫീക്ക് നൽകട്ടെ. പഠിച്ചിട്ട് ലോകത്തോട്ട് പറയണം. ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടി. തൃശ്ശൂരിൽ നിന്ന് ഒരു സഹോദരിയാണ് എഴുതുന്നത്. എൻ്റെ പേര് ഫാത്തിമ എന്നാണ്. ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നു താൽക്കാലിക പേരാണ്. ആ പേപ്പർ ഇവിടെ ഇരിപ്പുണ്ട്. താൽക്കാലിക പേര്. ഞാൻ വെച്ചാൽ താൽക്കാലിക പേരോ? ആ കുട്ടി എഴുതുന്നു, എനിക്ക് 19 വയസ്സുണ്ട്, ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ പിറന്നതാണ്, ഞാനിപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് ഖുർആൻ പഠിച്ചിട്ട് ഞാൻ മുസ്ലിമായി. എൻ്റെ കുടുംബം മുഴുവനും ഹൈന്ദവ കുടുംബമാണ്. 19 വയസ്സുള്ള കുട്ടി. ഞാൻ നാളെ ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ്. എനിക്ക് ജീവിക്കണമെങ്കിൽ ഒരു ജോലി വേണം. ഉസ്താദിൻ്റെ വഅദ് ഇന്നിവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് ഞാൻ കൊടുത്തു വിട്ടതാണ്. 313 രൂപ മണി ഓർഡറായിട്ട് അയച്ചിട്ടുണ്ട്. എൻ്റെ ഹിദായത്ത് നിലനിൽക്കാൻ വേണ്ടി ദുആ ചെയ്യണം. 19 വയസ്സുള്ളൊരു പെൺകുട്ടി ഇന്ന് ഇവിടേക്ക് അയച്ചതാണ്. ഉസ്താദെ, അവളുടെ രോഗം മാറാനോ അവൾക്ക് നല്ല മാപ്പിളയെ കിട്ടാനോ അല്ല, 19 വയസ്സുകൊണ്ട് ഇസ്ലാമിനെ കണ്ടറിഞ്ഞിട്ട് മുസ്ലിമായ ഫാത്തിമ എന്ന പെൺകുട്ടി. എടുക്ക് പറയാൻ അതിനകത്തുണ്ടത്. ഞാൻ വെറുതെ പറഞ്ഞല്ല. ഉസ്താദിന്റെ പ്രസംഗം ഉണ്ടെന്നറിഞ്ഞിട്ട് 313 രൂപ. 19ാമത്തെ വയസ്സ്. മുസ്ലിമായിട്ട് അധികമായിട്ടില്ല. അവക്കറിയാം ബദരീങ്ങൾ 313 നമ്മുടെ കൂട്ടത്തിലുള്ള പലതിനും ഇപ്പോഴും അറിഞ്ഞൂടാ 313 ഉണ്ടോ. അതൊക്കെ ചുമ്മാ മുരിയാരി പിരിക്കാൻ വേണ്ടി പറയണ എണ്ണ വന്നാൽ ഇപ്പോഴും പറയുക. ഒരു ലെറ്റർ അതിനകത്തുണ്ട്. അപ്പോ സഹോദരങ്ങളെ, ഇങ്ങോട്ട് നോക്ക്, വിഷയം കേക്ക്, ഇങ്ങോട്ട് നോക്ക്, നന്നായിട്ട് ശ്രദ്ധിച്ച് കേക്ക്. വെറുതെ അങ്ങ് അകലെന്ന് വന്ന് ഇവരിത്രയും പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാൻ വന്നു, നിങ്ങളെ രസിപ്പിച്ചിട്ട് ചിരിച്ചിട്ട് പോകാൻ വന്നതല്ല ഞാൻ. എനിക്കൊരു ദൗത്യമുണ്ട്, ആ ദൗത്യം പൂർത്തിയാക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഞാനൊരു ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട്. ആ ദൗത്യം പൂർത്തിയാക്കുന്നത് വരെ ഞാൻ മുമ്പോട്ട് നടക്കും. കണ്ട സാക്ഷിയാണ്. അതിന് തന്നെ പേടിയുണ്ടായി. അല്ലേ? ഇസ്ലാമിക ആശയങ്ങൾ മനസ്സിലാക്കി അതിൽ ആകൃഷ്ടയായി വിശുദ്ധ ഖുർആനും ഹദീസും ജീവിതത്തിൽ പകർത്താൻ ആഗ്രഹിച്ച് ഇപ്പോൾ ഇസ്ലാം മതവിശ്വാസിയാണ് ഞാൻ. ഇത് ലോകത്തിന്റെ അവസ്ഥയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ പഠിക്കാൻ ഇപ്പോഴും അവൾ 19ാമത്തെ വയസ്സിൽ മുസ്ലിമായി ഫാത്തിമായി. നമ്മുടെ പാത്തുമ്മ ഇപ്പോഴും മിടുക്കിയാവാൻ നടക്കുക മനോരമയില്. നമ്മുടെ പാത്തുമ്മക്ക്, ഒറിജിനൽ പാത്തുമ്മക്ക് ഇപ്പോഴും ആരായാ മതി? അവക്ക് ദുനിയാവിലെ ചാനലിൽ മിടുക്കിയായാൽ മതി. ഇവക്ക് ആഖിറത്തിൽ മിടുക്കിയാവണം. ഇതാണ് ചാൻസ് മുസ്ലിമും ചോയ്സ്. കാരണം നമ്മുടെ പാത്തുമ്മ ചാൻസ് മുസ്ലിമാണ്, ഈ ഫാത്തിമ ചോയ്സ് മുസ്ലിമാണ്. 2 മുസ്ലിമീങ്ങളുണ്ട്. ഒന്ന് ചാൻസ് മുസ്ലിം, നമ്മുടെ പാത്തുമ്മ ചാൻസ് മുസ്ലിമാ. അവളുടെ ഉമ്മ റംല ആയതുകൊണ്ടും വാപ്പ മുഹമ്മദ് ആയതുകൊണ്ടും അവളെ ഗർഭപാത്രത്തിൽ പറഞ്ഞുകൊണ്ട് അറിയാതെ അവൾ മുസ്ലിമായതാണ്. ഇത് ചോയ്സ് മുസ്ലിമാണ്. ഇവൾ ഇസ്ലാമിനെ ചോയ്സ് ആയിട്ട് തിരഞ്ഞെടുത്തവളാണ്. അവൾക്ക് പിന്നീട് ജീവിതത്തിൽ വല്ലാത്ത ത്രില്ലുണ്ടാവും. അള്ളാഹുവിനെ ആക്കി തരട്ടെ. ഞാൻ വിഷയത്തിന്റെ ഗൗരവം കൊണ്ടാണ് എന്നെ ആമുഖം ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇത്തിരി ഡിലേ കൊടുത്തവൻ ഒരു പോയിന്റ്. അങ്ങനെയാകാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകം അവസാനിച്ച ശേഷം എന്താണ് എന്ന് ചോദിച്ചാൽ ലോകത്തോട് നമുക്ക് മറുപടി കൊടുക്കാൻ പറയണ്ടേ? ഒരു ഇസ്ലാമിക പ്രബോധകൻ ഒരു ക്രൈസ്തവ പാതിരിയുമായി ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. പോകുന്ന വഴിയിൽ ക്രൈസ്തവ പാതിരി ഇസ്ലാമിക പ്രബോധക ദൗത്യം ഏറ്റെടുത്ത ആളോട് ചോദിച്ചു, ഞാനൊരു സംശയം ചോദിക്കട്ടെ? എന്റെ ചെറുപ്പക്കാരോടാണ് ഞാനിപ്പോ സംസാരിക്കുക. എന്താണ്? അദ്ദേഹം പറഞ്ഞു, നമ്മൾ 2 പേരും കൂടെ ഒരു യാത്ര പോവുകയാണ്. എന്തുകൊണ്ട് ഈ വിഷയം ഞാൻ തിരഞ്ഞെടുത്തു എന്നുള്ള എനിക്ക് ചോദിച്ചത്. പോകുന്ന വഴിയിൽ കുറെ നടന്നു, വഴി തെറ്റി. എങ്ങോട്ട് പോകണമെന്നറിയില്ല, വഴിയറിയില്ല. വഴി ചോദിക്കാനാണെങ്കിൽ ആരുമില്ലതാനും. ആ സമയത്ത് നോക്കിയപ്പോൾ ഒരു സ്ഥലത്ത് ഒരാൾ കിടന്നുറങ്ങുന്നു, വേറൊരാൾ എഴുന്നേറ്റ് അതിന്റെ ചുവട്ടിയിരിക്കുന്നു. സ്വാഭാവികമായി വഴി ചോദിക്കാൻ നമ്മൾ ആരോടാ വഴി ചോദിക്കുക? ഈ ക്രൈസ്തവ പാതിരി ഇസ്ലാമിക പ്രബോധകനോട് ചോദിച്ച ചോദ്യമാണ്. ഒരാൾ ഉറങ്ങുന്നു, ഒരാൾ അടുത്തിരിക്കുന്നു, വഴി അറിയില്ല. വഴി ചോദിക്കാൻ ആരോടാ ചോദിക്കുക? ആരോടാ ചോദിക്കുക? നിങ്ങളിപ്പോ അങ്ങനെ പോയി വഴി തെറ്റി, ഒരാൾ കിടന്നുറങ്ങുന്നു, ഒരാൾ ചോദിക്കുന്നു, വഴി ചോദിക്കണം, ആരോടാ നിങ്ങൾ ചോദിക്കുക? ഇതെന്ത് മനുഷ്യന്മാരെ? ആരോടാ മനുഷ്യന്മാരെ ചോദിക്കണേ?
ഉറങ്ങണ ആളോടാ എഴുന്നേറ്റിരിക്കുന്ന ആളോടാ? ഞാൻ ചോദിക്കണോട് ചിലപ്പോൾ പറയും നിങ്ങൾ തെറ്റിയാലൊന്ന് ഉറങ്ങണ ആളോടെന്ന് പറയും. എൻ്റെ ചില ടെക്നിക്കുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കുറെ ആളായില്ല നമ്മൾ കാണാൻ തുടങ്ങിയിട്ട്. അപ്പൊ ആരോടെ ചോദിക്കൂ? ഉണർന്നിരിക്കുന്ന ആളോട്. ഈ പ്രബോധകൻ ഒരു മറുപടിയും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ക്രൈസ്തവ പാതിരി പറഞ്ഞു, ഒരാൾ ഉറങ്ങിക്കിടക്കാൻ മറ്റാൾ എഴുന്നേറ്റിരിക്കുക, ആരോട് ചോദിക്കണം? എഴുന്നേറ്റിരിക്കുന്ന ആളോടല്ലേ ചോദിക്കണ്ടേ? അദ്ദേഹം ചോദിച്ചതിൻ്റെ യുക്തി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇപ്പോഴും മറ്റേ ഷവർമ കഴിക്കണ ബുദ്ധിയിലെത്തി. ചുരുട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ കടിച്ചു വലിച്ച ഈ ബുദ്ധി കിട്ടൂല. ആ ക്രൈസ്തവ പാതിരി പറയുന്നത്, ഉറങ്ങിക്കിടക്കുന്ന ആൾ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് നബി മരിച്ചു, എഴുന്നേറ്റിരിക്കുന്ന ആൾ യേശു ക്രിസ്തുവാണ്, ഈസാ നബി. ഈസാ നബി മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവിച്ചിരിക്കുക ആകാശത്ത്. ഞാൻ ഇന്നലെ കോഴിക്കോട് ഹിഫ്ദുൽ ഖുർആൻ പ്രഭാഷണത്തിൽ ഖിളർ നബി ഭൂലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് ശാസ്ത്രീയമായിട്ട് ഞാൻ ഇന്നലെ പ്രസംഗിച്ചിട്ടുണ്ട്. കാസറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഇനി ഈസാ നബി ആകാശത്തുണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാം. ഈസാ നബി ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ മരിച്ചുപോയ മുഹമ്മദ് നബി പറഞ്ഞെടുത്തൂടെയല്ല നിങ്ങൾ നടക്കേണ്ടത്, ജീവിച്ചിരിക്കുന്ന ഈസാ നബിയോട് ചോദിച്ചിട്ട് വേണം, യേശു ക്രിസ്തുവിന്റെ പുറകെ വേണം നിങ്ങൾ വരാൻ. നമ്മളെ മാതിരി മുഹുമാഫിയല്ല ചോദിച്ചാൽ ആ ഇസ്ലാമിക പണ്ഡിതൻ പറഞ്ഞു, ഞാൻ പക്ഷെ ഉറങ്ങിക്കിടക്കുന്ന ആൾ എഴുന്നേറ്റിക്കുന്നവരെ കാത്തിരിക്കും, എന്നിട്ട് അദ്ദേഹത്തോട് വഴി ചോദിക്കും. അതെന്താ? ആ ഉണർന്നിരിക്കുന്ന ആൾ നമ്മളെപ്പോലെ വന്ന് വഴി തെറ്റിയിട്ട് അവിടെ ഇരുന്നതാ. ഈ ഉറങ്ങിക്കിടക്കുന്ന ആൾ എഴുന്നേറ്റിട്ട് അദ്ദേഹത്തോട് വഴി ചോദിച്ചിട്ട് പോകാന്നോർത്ത് ഇരുന്ന ആളയാൾ. അയാൾ ഈ എഴുന്നേറ്റ് വന്നിട്ട് അയാളോട് ചോദിച്ചിട്ട് വഴി ചോദിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിരുന്ന ആളാണ് അയാൾ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഞാൻ ഈ പറയുന്നത്, ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഇതാണ്. ആരുടെ പുറകെയാണ് പോകേണ്ടത്? മരിച്ചുപോയ ആളുകളുടെ പുറകെയാണോ? അല്ല. വഫിൽ കബരി ഹയ്യുന്നാതികു, നൂറ്റാണ്ടുകൾക്ക് പുറം നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയി റൗളാ ശരീഫിന്റെ ചുവട്ടിൽ ജീവിച്ചിരിക്കുന്നവനേക്കാൾ വലിയ അമാനുഷികതയുമായി ജീവിച്ചിരിക്കുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചൂണ്ടിക്കാണിച്ച വഴികളിലൂടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് മരിക്കേണ്ടത്, മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടേക്കാണ് പോകേണ്ടതെന്ന് തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളോട് പറഞ്ഞു തന്നതാരാ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഫാ മലയുടെ മുകളിലേക്ക് അല്ലാഹുവിന്റെ ഖുർആന്റെ ദൗത്യമായിട്ട് ഇറങ്ങി വന്നു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. 6666 ആയത്തുകളുമായി വിശുദ്ധമായ ഖുർആൻ എന്ന ജീവിതത്തിന്റെ വഴികാട്ടിയ കയ്യിലേക്ക് തന്നിട്ട് ആ ഖുർആന്റെ ക്രോഡീകരണം എങ്ങനെയാ? അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തിട്ട് ആദ്യമായിട്ട് നിങ്ങൾ ഓതുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഓതണം. രണ്ടാമതായിട്ട് ഓതേണ്ടതെന്താ? അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽമുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. ഈ വിശുദ്ധമായ വേദഗ്രന്ഥം, ഈ വേദപ്പൊര് ഏത് വഴിതെറ്റിയവനും വഴി കാണിക്കാൻ കൊടുക്കുന്ന ഈ വിശുദ്ധമായ ഖുർആൻ, ഈ ഖുർആൻ സത്യവിശ്വാസികളുടെ സന്മാർഗമാണ്. ആരാണ് സത്യവിശ്വാസി എന്നറിയോ? അല്ലദീന യുമിനൂന ബിൽ ഗൈബി, അദൃശ്യ ജ്ഞാനം കൊണ്ട് വിശ്വസിക്കുന്നവൻ. ഇതേവരെ കണ്ണുകൊണ്ട് കാണാത്തത് കൊണ്ട് വിശ്വസിക്കുന്നവന് നാളെ ജീവിക്കാനിരിക്കുന്ന ലോകത്തെ കുറിച്ച് ഈ ദുനിയാവിലിരുന്നേ ചിന്തിക്കാൻ കഴിയുന്നവന് അവിടേക്കാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. ആരാ മുത്തക്കിയാരാ? ആരാ മുത്തക്കിയാരാ? നിസ്കാരത്തടം നെറ്റിത്തടത്തിൽ വന്നത് കൊണ്ട് മാത്രം തഖ്വയുണ്ടാകണമെന്നില്ല. ഹജ്ജിന്റെ എണ്ണം കൂടിയത് കൊണ്ട് മാത്രം തഖ്വയുണ്ടാകണമെന്നില്ല. ഹുദല്ലിൽ മുത്തഖീൻ, ഹൃദയത്തിനും മാനസത്തിനും ജീവിതത്തിനും വിശുദ്ധിയുള്ള മുത്തഖിയാരാ? അല്ലദീന യുമിനൂന ബിൽ ഗൈബി, അദൃശ്യ ജ്ഞാനം കൊണ്ട് വിശ്വസിക്കുന്നവന്, ഇതേവരെ കാണാത്ത ലോകത്തെ കുറിച്ച് ഭൂമിയിലിരുന്ന് ചിന്തിക്കാൻ കഴിയുന്നവര്. സഹോദരങ്ങളെ, നാളത്തെ ലാഭത്തെ കുറിച്ചല്ല, നാളെ പടച്ചറമ്പിന്റെ മുമ്പിൽ നിൽക്കുന്ന ലോകത്തെ കുറിച്ച് ഓർത്തിട്ട് ഈ ദുനിയാവിലിരുന്ന് പൊട്ടിക്കരയാൻ കഴിയുന്നവന്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, 7 മണി മുതൽ 9:30 വരെ എന്ന
സീരിയൽ കണ്ടിട്ട് ആ സമയത്ത് ഗ്ലിസറിൻ തേച്ച പെണ്ണിന്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീര് കണ്ട് ചാനലിന്റെ മുമ്പിൽ പൊട്ടിക്കരയാണല്ല. അല്ലാഹുവേ, എന്റെ ഹിസാബ് എങ്ങനെയാണ്, എന്റെ സിറാത്ത് എങ്ങനെയാണ്, നാളെ പരലോകത്ത് ഞാൻ വരുമ്പോ പടച്ച റബ്ബേ ഞാൻ ഏത് രീതിയിലാണ് വരിക എന്നോത്തിട്ട് പാതിരാ സമയത്ത് നിസ്കാരപ്പായിലിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് കണ്ണുകൊണ്ട് കാണാത്ത ലോകത്തെ കുറിച്ച് ചിന്തിക്കുന്നവന് അവനാണ് യഥാർത്ഥ മുത്തഖി എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. തഖ്വല്ലിലാഹി മദാറു കുല്ലി സാദതി വതിബഉഹു വറസു ശർരി ഹബൈലാ. ജീവിതത്തിന്റെ അടിസ്ഥാന ശില. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, നാളെ കുറിച്ച് ചിന്തിക്കാൻ മെനക്കെടാറ്. ഹജ്ജത്തുൽ വിദാഇന്റെ അവസാനത്തെ പ്രവാസനത്തിന് വേണ്ടി ഒട്ടകത്തിന്റെ മുകളിലോട്ട് കാലെടുത്ത് വെക്കുമ്പോ വിശുദ്ധമായ ഖുർആന്റെ ആയത്തിറങ്ങിയില്ലേ, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഏറ്റവും വലിയ വിജയം വന്ന നബിയെ സ്വന്തം ഒട്ടകപ്പുറത്ത് കയറി ഹജ്ജത്തുൽ വിദാഇന്റെ വാർഷിക സമ്മേളനത്തിൽ തന്റെ പ്രഭാഷണം കേൾക്കാൻ തടിച്ചുകൂടിയ ഇതേപോലെ ഭാര്യയോടും മക്കളോട് സലാം പറഞ്ഞിട്ട് പ്രഭാഷണം കേൾക്കാമെന്ന പ്രഭാഷണം കേട്ടിട്ട് തിരിച്ചു വീട്ടിലോട്ട് പോകാൻ തയ്യാറെടുത്ത് വന്ന 1,24,000 പരം വരുന്ന അനുയായികളോട് അവസാനത്തെ പ്രഭാഷണം നടത്തുമ്പോ എന്റെ സന്ദേശം നിങ്ങൾ പ്രചരിപ്പിക്കണേ, ഞാനിതാ പോവുകയാണ്, ജീവിതത്തിന്റെ വഴികാട്ടിയിട്ട് ഞാൻ പോവുകയാണ്, ഇനി ദൗത്യം ഏറ്റെടുക്കേണ്ടത് നിങ്ങളാണെന്ന് പറഞ്ഞപ്പോ സ്വന്തം കുതിരകൾ ഏത് ഭാഗത്തേക്ക് മുഖം തിരിച്ചു നിന്നു അവിടേക്ക് കടിഞ്ഞാണ് വലിച്ചിട്ട് വീട്ടിലിരുന്ന ഭാര്യ ഒത്തില്ല, കെട്ടിപ്പിടിച്ച മക്കളെ ഒത്തിട്ടില്ല. താൻ മക്കയിൽ സമ്പാദിച്ചു വെച്ച മദീനയിലെ ഈത്തപ്പഴ തോട്ടങ്ങളെ കുറിച്ച് യാതൊരുവിധ ഭേദാറില്ല. അത് വിളവെടുക്കാറായല്ലോ എന്നുള്ള പ്രശ്നമില്ല. ഹബീബായ നബിയുടെ ഒരൊറ്റ അക്ഷരം കേൾക്കട്ടപ്പോ എന്തേ ചെറുപ്പക്കാരെ ചിന്തിക്കാൻ കഴിയുന്നില്ല. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഭാഷണത്തിന്റെ വാചകം പറഞ്ഞത് മാർട്ടിൻ ലൂതർ കിങ് ആണെന്ന് പഠിപ്പിച്ചു കൊടുത്ത ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്ന വാക്കിലൂടെ ലോക ചരിത്രത്തെ വിസ്മയിച്ച മാർട്ടിൻ ലൂതർ കിങ് അല്ല. 4 അക്ഷരം പറഞ്ഞപ്പോ ഞാൻ ഈ പഠിപ്പിച്ചത് നിങ്ങൾ ലോകത്തോട് പറഞ്ഞു കൊടുക്കണമെന്നൊരൊറ്റ വാക്ക് കേട്ടപ്പോ ഭാര്യയുടെ മുഖമോർമ്മയില്ല, മക്കളെ കുറിച്ച് ചിന്തയില്ല, ഈത്തപ്പഴ തോട്ടത്തിന്റെ വളച്ചു നിൽക്കുന്ന ഈത്തപ്പഴങ്ങൾ ചിന്തയില്ല. അവരുടെ ഒട്ടകം എവിടെ കാണോ, അവരുടെ കുതിര എവിടെ കാണോ, മുഖം തിരിച്ച് നിന്നത്. ആ കുതിരപ്പുറത്തേക്ക് ചാടിയിറങ്ങി അറബിക്കടലിന്റെ അരമാലകളെ കീറിമുറിച്ചിട്ട് മാലിക് ദിനാർ വന്നില്ലേ റളിയല്ലാഹു തആല അൻഹു. മുത്തബഉ ശരീഅത ഫീ ഖുതാഹ വഅൽഖൗ മാ യലീഖു ബിഹി റഹീബാ വമദ്ദു ലില്ലാഹ സറകം വഗറബാ വഹാദൽ ബഹറ വഗ്തനകുൽ ഹീബാ. واتبعوا سريعة في خطاها وألقوا ما يليق به رحيبا. ലോകത്തിലെ ഏറ്റവും വലിയ ലാഭം തേടിയുള്ള യാത്രയാ. എന്തേ ചെറുപ്പക്കാരാ, ലാഭമെടുക്കാമെന്നവരാണോ, വയത് കേൾക്കാമെന്നവരല്ല നിങ്ങൾ. ഈ ദുനിയാവിന്റെ ലാഭം ഇവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകണം. 2 മണിക്കൂർ വയത് കിടന്ന് തിരിച്ചു പോകുമ്പോ കൈവെള്ളയിൽ ദുനിയാവിന്റെ ലാഭം കൈയെടുക്കണം. വഅൽഖൗ മാ യലീഖു ബിഹി റഹീബാ. ഇൻഷാ അല്ലാഹ് ഞാൻ ഇങ്ങനെ ഗൗരവത്തോടെ പറയുന്നതെന്താ, 2 മണിക്കൂർ കഴിഞ്ഞ് പിരിയുമ്പോ അല്ലാഹുവേ മരിച്ചിട്ട് മറന്നു കിടക്കുന്ന ലോകത്തിലേക്ക് ലാഭത്തിന്റെ കച്ചവടം നടത്തിയിട്ട ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിടെന്ന് പറയാൻ കടലിന്റെ തിരമാലകളുടെ മുകളിലൂടെ ചാടിയിട്ട് ആ ചാടിയ ലാഭം തരാൻ നമ്മുടെ അടുക്കലേക്ക് വന്നു അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബ. അതുകൊണ്ടാണ് അവര് മരിച്ചിട്ട് കബൽ കൊണ്ടുപോയി മണ്ണിട്ട് മൂടി തിരിച്ചു പോയിട്ട് 30 വർഷം കഴിഞ്ഞിട്ട് ഒരു സഹാബിയുടെ കബർ കുടിച്ചിട്ട് നോക്കുമ്പോ അദ്ദേഹത്തിന്റെ കഫൻ തുണിയിലൊരു മൺതരി പറ്റിയിട്ടില്ല. ആരാമോനെ, ഇവരാണ് മണ്ണിന്റെ അടിയിൽ ലാഭമെടുത്തവർ, അവരാണ് ലോകാവസാനത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി കാത്തു നിന്നവർ.
മണ്ണിന്റെ അടിയിലേക്ക് പിടിമണ്ണ് വാരിയിട്ടിട്ട് 6 അടി മണ്ണിൽ മലത്തി കിടത്തിയിട്ട് ഇന്നാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറാ إنا خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى വാപ്പയും മക്കളും കൂടി ഉമ്മയെ കബറടക്കി എല്ലാവരും പിടിമണ്ണ് വാരി വെച്ചിട്ട് മുകളിൽ മീസാൻ കല്ലും വെച്ചു. ഈ പണ്ടാരക്കാട് പള്ളിയുടെ കബർസ്ഥാനില് മീസാൻ കല്ല് നോക്കിയാൽ പിന്നെ കല്ല് കുടിക്കാൻ പറ്റുമോ? അതല്ലേ ഏറ്റവും വലിയ ഗുണോപദേശം. അതല്ലേ പെരുങ്കല്ല് മുകളിൽ വെച്ചു മിനഹാ തൊട്ട് ഓതിയിട്ട് മണ്ണും ഇട്ട് സ്ഥലവും ഇട്ടേ ഇന്നാ ഖലഖനാ ഓതിയിട്ട് പിടിമണ്ണും മാറിയിട്ട് എല്ലാവരും പോയി. 300 വർഷം കഴിഞ്ഞിട്ടും മണ്ണ് മാന്തി നോക്കുമ്പോ അടക്കി വെച്ചിരിക്കുന്ന മീസാൻ തുണി, അടക്കി വെച്ചിരിക്കുന്ന കഫൻ തുണിയിൽ ഒരു പൊടിമണ്ണ് പറ്റാറ് മണ്ണറക്കുള്ളിൽ മഹാന്മാരെ പോലെ കണ്ണുമിടിച്ച് കിടന്നു. ആരെന്നറിയോ? 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 റളിയല്ലാഹു അൻഹു വറളൂ അൻഹു. അവരാണ് പടച്ചറബ് തൃപ്തിപ്പെട്ടവർ. നമ്മളും ആ ഗണത്തിലാവാൻ പരിശ്രമിക്കണം. അതിനെന്ത് ചെയ്യണം? എല്ലാം അവസാനിച്ചതിന് ശേഷം ഉറക്കത്തിൽ നിന്ന് ഞാൻ എഴുന്നേക്കുന്ന ഒരു ലോകമുണ്ടെന്ന് കൽബിൽ കരുതണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ മരിച്ചിട്ടൊരു ഒടുക്കത്തെ ഉറക്കമുറങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ലോകാവസാനത്തിന് ശേഷം ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്ത് ഞാൻ നിലനിൽക്കേണ്ടവനാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ലാഭത്തിന്റെ കച്ചവടം നടത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. നല്ല ഒരു ലാഭ കച്ചവടം ഞാൻ പറഞ്ഞു തരട്ടെ. ആദ്യം അതിന് തയ്യാറെടുക്ക്. ഞാൻ ആദ്യം മുതലേ ഖബർ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം മനസ്സ് തയ്യാറെടുക്ക്. ഒരു ലാഭ കച്ചവടം പറഞ്ഞു തരട്ടെ. എന്താ പറയാൻ? ഇതിപ്പോ ലോകത്ത് ഏതെങ്കിലും മുസ്ലിയാര് പറഞ്ഞൊരു ലാഭ കച്ചവടം നല്ല ലാഭമുള്ള ഒരു കച്ചവടം പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞൊരു മനുഷ്യന്മാരെ ഞാനീ പണ്ടാറക്കാട് കാണും. നല്ല ലാഭ കച്ചവടം പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടയോ? വേണോ വേണ്ട? എന്നാ കേട്ടോളൂ. കച്ചവടം നന്നായിട്ട് അറിയാവുന്ന അല്ലാഹുവല്ലേ. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഈമാനോട് കൂടി പ്രവർത്തിക്കുന്നവരെ, ഗൾഫിന്റെ മണലാരണ്യത്തിൽ കിട്ടിയ പൈസ മുഴുവനും തങ്ങളുടെ ജീവിതത്തിൽ വഴികാട്ടിയായ മഹല്ല് ഖതീബിനെ ആദരിക്കാൻ മാസങ്ങളായി പാടുപെട്ട പ്രവാസി കൂട്ടായ്മയുടെ പ്രവർത്തകരെ വന്നിട്ട് 1.5 മാസമായിട്ട് ഇതിന്റെ പുറകെയാന്ന് പറഞ്ഞ പ്രവർത്തകരുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു ലാഭ കച്ചവടം പറഞ്ഞു തരട്ടെയോ? ആ ലാഭ കച്ചവടം ഏടെന്നറിയോ? അല്ലദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. നാളെ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കുന്ന ഏറ്റവും വലിയ കച്ചവടം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? ആ കച്ചവടം ലാഭമാണ്. ഏറ്റവും വലിയ ലാഭ കച്ചവടമാണ്. അള്ളാഹുവിന്റെ റസൂൽ ഹിജ്റക്ക് പോയി മദീനയിലേക്ക് പോകുമ്പോ സുഹൈബ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ പോകാൻ പോകുമ്പോ മക്കാക്കാര് പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞില്ലേ, സുഹൈബേ, നിന്റെ സമ്പത്ത് മുഴുവനും ഇവിടെ വന്നിട്ട് നീ ഉണ്ടാക്കിയതാണ്. മദീനയിൽ മുഹമ്മദിന്റെ പുറകെ പോകുന്നെങ്കിൽ നിന്റെ ഈത്തപ്പഴ തോട്ടം ഇവിടെ ഉപേക്ഷിക്കണം സുഹൈബേ. സുഹൈബ് പറഞ്ഞില്ലേ, എന്റെ ഹബീബായ നബിയുടെ പുറകെ പോകാന് എനിക്ക് ഈത്തപ്പഴം തോട്ടം തടസ്സമാണെങ്കിൽ എനിക്ക് വേണ്ട. ഒട്ടകപ്പുറത്ത് കയറി ഒരു പുരുഷായുസ് സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ വലിച്ചെറിഞ്ഞിട്ട് അബൂജഹലിനോട് പറഞ്ഞ, അബൂജഹലേ, എന്റെ ഹബീബായ നബി തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്ന കച്ചവടം ഈത്തപ്പഴ തോട്ടത്തിന്റെ കതിര് നോക്കിയിരിക്കുന്ന കച്ചവടമല്ല. കുതിര പുറത്ത് കയറി ആ സമയത്ത് മക്ക ഖുറൈശികൾ പറഞ്ഞു, സുഹൈബേ, ഈ കുതിര മക്കാരിൽ വന്നിട്ട് നീ സമ്പാദിച്ചു
സമ്പാദിച്ചതാണ്. അതുകൊണ്ട് കുതിരയുടെ വിട്ടിട്ട് പോകണമെന്ന് പറയുമ്പോ 400 കിലോമീറ്റർ കുതിരയെ ഉപേക്ഷിച്ചിട്ട് കാൽനടയായി മദീനയിലേക്ക് പോയി. അള്ളാന്റെ ഹബീബ് മദീനയിൽ ഇരിക്കുമ്പോ മണലാരണ്യത്തിന്റെ മുകളിലൂടെ തേഞ്ഞു പടകിയ കാലുമായി വെള്ളമില്ലാതെ ദാഹിച്ചാ തട്ടഹസിച്ചിട്ട് സുഹൈബ് റളിയല്ലാഹു അൻഹു വരുമ്പോ അള്ളാന്റെ റസൂല് വിളിച്ചു പറഞ്ഞില്ലേ, റബിഹ സുഹൈബ്, ഇന്ന് ഏറ്റവും വലിയ കച്ചവടത്തിന് ലാഭം കിട്ടിയ ആള് സുഹൈബ. യഥാർത്ഥത്തിൽ സുഹൈബിന് ഈത്തപ്പഴം നഷ്ടപ്പെട്ടു പോയി, കുതിര നഷ്ടപ്പെട്ടു പോയി. നബി തങ്ങൾ പറഞ്ഞു, സുഹൈബേ, ഇന്നത്തെ ഏറ്റവും വലിയ ലാഭം കിട്ടിയ കച്ചവടക്കാരൻ നീയാണെന്ന്. റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ ഏറ്റവും നല്ല ലാഭം കിട്ടിയ കച്ചവടക്കാരൻ എന്താ വരുന്നു. യഥാർത്ഥത്തിൽ ആ കച്ചവടക്കാരന്റെ കൈവെള്ളയിൽ ഒന്നുമില്ല. ഇതാ ലാഭക്കച്ചവടം. വൈകുന്നേരമാകുമ്പോ കൈവെള്ളയിൽ ഒന്നും ഇല്ലാത്ത കച്ചവടം, ഇതാ ലാഭക്കച്ചവടം. ആന്റി ക്ലോക്ക് വൈസ് ആണ് പ്രസംഗം. എന്റെ പ്രസംഗം ആന്റി ക്ലോക്ക് വൈസാ. കടികാരത്തിന്റെ സൂര്യ പുറകോട്ട് കറങ്ങണം. നിങ്ങൾ ചിന്തിക്കണത് എന്താ, രാവിലെ ഒരു വൈകുന്നേരം വരെ മത്തിക്കച്ചവടം നടത്തിയ, അല്ലെങ്കിൽ കച്ചവടം നടത്തിയ വൈകുന്നേരം കൈവെള്ളയിൽ എത്ര കിട്ടി എന്നുള്ളതാണ് ലാഭം. ഞാൻ പറയുന്നു, ഏറ്റവും നല്ല ലാഭം വൈകുന്നേരം എത്ര കിട്ടിയില്ല എന്നതാണ്. ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിച്ച മക്കാര് വന്ന്, സുഹൈബേ നീ ഇവിടെ വന്നിട്ടുണ്ട്, വിട്ടിട്ട് പോകും. വിട്ടു. കുതിരപ്പുറത്ത്, കുതിര ഞങ്ങളുടേത്. അപ്പോ കുതിരയും വിട്ടു. സഞ്ചരിക്കാൻ ഒരു വാഹനമില്ലാതെ കാൽനടയായി 400 കിലോമീറ്റർ മരുഭൂമിയിലൂടെ നടന്നു സുഹൈബ്. മിക്കവാറും ഞാൻ ഇന്നത്തോടു കൂടി വാതു തീർക്കും. മുറുക്കാൻ നമ്മൾ തമ്മിൽ പിണങ്ങും. ഇവിടെ വെച്ച പരിപാടി നിർത്തി. സുഹൈബ് വരുമ്പോ അങ്ങനെ പറ, ഇതെന്താ മനുഷ്യന്മാരെ, നിങ്ങൾക്ക് ക്യാൻസർ പിടിച്ച സുഹൈബ് അങ്ങനെ അമ്മാതിരി ഇമ്മാതിരി. നിങ്ങളിപ്പോ എന്താണ് സുഹൈബ് എന്ന് പറഞ്ഞത് ആരാന്ന് പറഞ്ഞുകൂടാ? നിങ്ങൾ വിചാരിച്ച ഏതോ മറ്റേ 2 ഭൂരിപക്ഷമുള്ള MLA ആരോ ഒരാളാന്ന് വിചാരിച്ചു. സുഹൈബ് എന്ന് പറഞ്ഞ ആളാരാന്ന് തിരിയണ്ടേ? ആ ഫാത്തിമാനെ അറിഞ്ഞൂടാ, ആയിഷാനെ അറിഞ്ഞൂടാ, സുഹൈബിനെ അറിഞ്ഞൂടാ, റളിയല്ലാഹു അൻഹു അറിയില്ല. ആകെ നമുക്കറിയാം ഒരു കൽബാണ് ഫാത്തിമ. എൻ്റെ നാട്ടിൽ റബീഉൽ അവ്വൽ മദ്രസയിൽ കുട്ടികൾ കലാപരിപാടി നടത്തി. അപ്പോൾ കൊച്ചുകുട്ടി പാട്ടുപാടി. കുറെ വയസ്സന്മാർ കേൾക്കാൻ വേണ്ടി ഫ്രണ്ടിൽ വന്നിരുന്നു. മദ്രസയിലെ കൊച്ചു പെമ്പിള്ളേർ പാട്ട് പാടിയാൽ കേൾക്കാൻ ഏതായാലും ചെറുപ്പക്കാർ വരൂല. അവർ വരണമെങ്കിൽ റിമി ടോമി വരണം. റളിയല്ലാഹു അൻഹു എന്ന് പറയല്ലേ. കൊച്ചു കുട്ടികൾ വന്ന ഇപ്പൊ കുറെ വയസ്സന്മാർ കേൾക്കാൻ പറ്റും. അപ്പൊ കുട്ടി അന്നത്തെ ഒരു പാട്ട് പാടി, നല്ല ഹിറ്റ് പാട്ട്. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ച നീയാണ്. നീ പാട്ട് പാടാറില്ലേ? ബാക്കി എങ്ങനെ? നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ച നീയാണ്, കാലുപൊക്കിയ നീയാണ് ഫാത്തിമ എന്നൊരു പാട്ടുണ്ട്. അപ്പൊ നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ച നീയാണ്, കണ്ണ് തുറന്ന നീയാണ് ഫാത്തിമ എന്ന് പറഞ്ഞു വയസ്സന്മാർ. റളിയല്ലാഹു അൻഹു. ഫാത്തിമ ആരാന്ന് പറഞ്ഞുകൂടാ, സുഹൈബ് ആരാന്ന് പറഞ്ഞുകൂടാ. ഉമ്മത്തിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ഒരുമാതിരി വസ്വാസ് പിടിച്ച ആളുകളായി മാറിപ്പോയി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വിഷയം ഈ ലാഭത്തിന്റെ കച്ചവടത്തിൻ്റെതാണ്. അള്ളാഹു ലാഭ കച്ചവടം ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ലാഭ കച്ചവടം എന്ന് പറഞ്ഞാൽ ഇന്ന് വാത് കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ നിങ്ങളുടെ പോക്കറ്റിൽ ഒരൊറ്റ പൈസ ഉണ്ടാവാൻ പാടില്ല, മുഴുവനും ബക്കറ്റ് ഇടണം. ലാഭക്കച്ചവടം ചെയ്യാൻ സഹോദരിമാരെ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് പോയാൽ ഒരൊറ്റ വളയും കമ്മലും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല, എല്ലാം ഇവിടെ വീഴണം. അതാ ലാഭക്കച്ചവടം. ആ ലാഭക്കച്ചവടത്തിന്റെ വടി ഈ മണ്ണിന്റെ മുകളിൽ ഇരുന്നിട്ട് ഇന്നെല്ലാം ലാഭത്തിന് വേണ്ടിയായി. സ്വന്തം കൂടപ്പറപ്പിനെ വെറും 12 പവൻ സ്വർണത്തിന് വേണ്ടിയാണ് തൃക്കരിപ്പൂരിൽ സലാമാജി അല്ലേ, തൃക്കരിപ്പൂരിൽ ഇപ്പൊ കൊന്നൊരു വ്യവസായി, നമ്മുടെ ദുബൈയിലെ വലിയൊരു പ്രവർത്തകനാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. ഞാൻ ദുബൈയിൽ എത്രയോ ഞാൻ കമർക്കാട് അടുക്കലൊക്കെ ഗൾഫിലിരുന്ന് അവർ നടത്തുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ ലോകത്താർ നടത്തുന്നു. 1000 വീടുകളാണ് വെച്ചു കൊടുക്കുക. അങ്ങനെ ഒരു മനുഷ്യനെ 12 പവന് വേണ്ടി അയാളെ കെട്ടിട്ട് ഭാര്യയും മക്കളെയും വായിലും തിരികെ വെച്ച് ഭാര്യയെയും മക്കളെയും മുമ്പിൽ വെച്ച് ഒരു പാവപ്പെട്ട മനുഷ്യനെ കഴുത്തറത്തു കൊന്നു. ആര്? രാജപ്പനല്ല, അവിടുത്തെ നൊട്ടോറിയസ് ക്രിമിനൽ അല്ല, അയാളുടെ ബന്ധുക്കൾ. എന്തിനു വേണ്ടി?
12 പവൻ സ്വർണത്തിന് വേണ്ടി ഒരു മനുഷ്യന്റെ ഭാര്യയെയും മക്കളെയും കെട്ടിയിട്ടിട്ട് ആ മനുഷ്യന്റെ കഴുത്തിറക്കുമ്പോ സ്വന്തം ഉപ്പാന്റെ കഴുത്തിന്റെ ഞരമ്പറുത്തിട്ട് ചോര പിടയുന്നത് കണ്ട് ആ മക്കളെ നിലവിളിക്കുമ്പോൾ 12 പവന്റെ സ്വർണത്തിന് വേണ്ടി ഒരു മനുഷ്യനെ കഴുത്തിറക്കാൻ ബന്ധുക്കൾക്ക് കഴിയുന്നെങ്കിൽ ഉമറുൽ ഖാദിർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ തിരിച്ചു വരികയാ. അലിഫുൽ അഖാരിബി ബിസ്സമാനിക ദിൻകലബ ഐനം വസാറൽ അഖറബൂന അഖാരിബ. ഇന്നെല്ലാവരും ജീവിക്കണം. എവിടെ പോയി കിടക്കുക? 1.5 പവൻ സ്വർണത്തിന് വേണ്ടി 1.5 വയസ്സുകാരിയെ കുഴിച്ചുമൂടുന്ന ലോകത്താണ് ഞാൻ പറയുന്നത്. മക്കളെ, ഈ ലോകം അവസാനിക്കും, തീരും, ഒടുങ്ങും. നീ കൂട്ടിവെച്ചതും നീ സമ്പാദിച്ചതും നീ എടുത്തതും നീ പിടിച്ചു വാങ്ങിച്ചതും നീ ചതിച്ചതും നീ കളവ് ചെയ്തതും നീ മറ്റൊരുത്തന്റെ പറ്റിച്ചെടുത്തതും സർവ്വതും ഈ മണ്ണിന്റെ മകൾ ഉപേക്ഷിച്ചിട്ട് മണ്ണിന്റെ അടിയിലേക്ക് നീ പോകും. അന്ന് സൂര്യന്റെ വെളിച്ചമുണ്ടാവില്ല, അന്ന് ചന്ദ്രന്റെ വെളിച്ചമുണ്ടാവില്ല, അന്ന് വൃക്ഷങ്ങൾ ഈ ലോകത്തുണ്ടാവില്ല, അന്ന് നാൽക്കാലികൾ ചത്ത് നിന്റെ മുമ്പിൽ കിടന്ന് നിലവിളിക്കും. ഈ നാളാണ് ഖിയാമത്ത് നാൾ. ഈ നാളാണ് ഖിയാമത്ത് നാൾ. ചതിച്ചും പിടിച്ചും വഞ്ചിച്ചും അറബിയെ പറ്റിച്ചും സാർവതും ഉണ്ടാക്കിയത് ഇവിടെ ഇട്ടിട്ട് പോകുന്ന ഒരു ദിവസം വരും. ആ ദിവസത്തിന് ശേഷം ഒരു ദിവസമുണ്ട്. അന്നാണ് ലാഭം മേടിച്ചവനാരാണ്, നഷ്ടം സംഭവിച്ചവനാരാണെന്നറിയുക. അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഇനി ലാഭത്തിന്റെ കച്ചവടം കേൾക്കണോ? ഇത് പറയാനാണ് ഇത്രയും പറഞ്ഞത്. മനുഷ്യനൊരു എത്ര പറഞ്ഞാലും വാല് കേട്ടാലും മറ്റുമില്ല. വാല് കേട്ടാലും സുബഹി നിസ്കാരം ഉണ്ട്. പരിശുദ്ധ റമളാൻ മാസത്തിൽ പ്രിയപ്പെട്ട ഉപ്പയുടെ കൈ പിടിച്ചു പോയ മക്കൾക്ക് കോഴിക്കോട് അങ്ങാടിയിൽ പോയി പുതിയ വസ്ത്രം വാങ്ങിച്ചു കൊടുത്ത് ആ പുതിയ ഉടുപ്പും ഇട്ടുകൊണ്ട് ഉപ്പയുടെ കൂടെ ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത പെരുന്നാളിന് അണിയാനുള്ള മൈലാഞ്ചിയും കയ്യിൽ പിടിച്ചു പുതുവസ്ത്രവും ധരിച്ച് വാപ്പയുടെ മുമ്പിൽ സ്കൂട്ടറിന്റെ മുമ്പിൽ ഇരുന്ന 2.5 വയസ്സുകാരിയും 1.5 വയസ്സുകാരിയെയും പുറകിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഭാര്യയുടെ മടിത്തട്ടിലിരിക്കുന്ന 1.5 വയസ്സുകാരിയെ മഗ്‌രിബിന്റെ ബാങ്ക് മുടങ്ങുന്ന സമയത്ത് പാതിരാ സമയത്ത് കൊണ്ടുപോയി കനാലിന്റെ വെളിച്ചത്തിലേക്ക് വലിച്ചെറിഞ്ഞ് രക്ഷപ്പെട്ടു പോയ മനുഷ്യനും അന്ന് രാവിലെ സുബഹി നമസ്കരിച്ചവനാണ്. പരിശുദ്ധ റമളാനിൽ വേറൊരു പെണ്ണ് കെട്ടാനുള്ള പൂതിയിൽ മറ്റൊരുത്തെ കൊണ്ടുപോയി സ്വന്തം ഭാര്യ വെള്ളത്തിലോട്ട് തള്ളിയിട്ട് കൊന്നവനും അവൻ അന്ന് രാവിലെ സുബഹി നിസ്കരിച്ചിരുന്നു. മഗ്‌രിബിന് അന്നത്തെ പള്ളിയിൽ നോമ്പ് തുറക്കാൻ ഷെരീഫ് എന്ന പേരുള്ള ആ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. പിന്നെ ആർക്കാ തക്കവയില്ലാത്തത്? ചുമ്മാ കബറും കബറും പറഞ്ഞത് മാത്രമായില്ലല്ലോ. ലോകാവസാനത്തിന് ശേഷം പറയണമെങ്കിൽ കൽബ് നന്നാവണം. മനുഷ്യന്മാരെ, ചെറുപ്പക്കാരാ, ആദ്യം ഈ ഒരു ബോധം ഉണ്ടാവണം. ഈ കൊന്നവൻ ഷെരീഫ് എന്നാണ് അവന്റെ പേര്. അന്ന് തറാവീഹിനെ അവൻ നിസ്കരിച്ചിരുന്നു. അന്ന് രാവിലെ സുബഹിക്ക് ജമാഅത്ത് പള്ളിയിലുണ്ടായിരുന്നു. അന്ന് നോമ്പ് തുറക്കാൻ അല്ലാഹുമ്മ ലക സുംദു വബിക ആമന്തു വഅലൈക തവക്കൽതു വഅലാ റിസ്കിക അഫ്തർതു എന്ന് പറഞ്ഞ് കാരക്കേട് തന്നവൻ നോമ്പ് തുറന്നിരുന്നു. അന്ന് രാത്രിയിൽ അവന്റെ ഭാര്യയും 2 മക്കളെയും 1.5 വയസ്സുള്ള കുഞ്ഞ് വെള്ളത്തിൽ കിടന്ന് ഉപ്പാന്ന് വിളിക്കുമ്പോൾ വേറൊരു പെണ്ണിന്റെ മുഖം മനസ്സിൽ കണ്ട് ഇവൻ ഇറങ്ങിപ്പോയാൽ ഇവൻ ഏത് തക്കവയുള്ളവൻ? എല്ലാവരും മുത്തക്കികളാ. നിസ്കാരത്തരമ്പുണ്ടോ? ഉണ്ട്. വേഷമുണ്ടോ? ഉണ്ട്. അഹമ്മദ് ബീനെ കാണാൻ എന്ത് രസമാണ്. നല്ല കതറിന്റെ ഷർട്ടും അള്ളാഹ് കതറാക്കിയതായിരിക്കും. നല്ല കതറിന്റെ ഷർട്ടും നല്ല ഈ വെളിച്ചത്തിൽ വെണ്മയുണ്ട്. ഇതിന്റെ ഉള്ളിൽ കൽബ് നന്നാവണം. അതിന് കൽബ് നന്നാവണമെങ്കിൽ UK പോയി പഠിച്ചാൽ നടക്കൂല. E=mc² എന്ന ഐൻസ്റ്റീന്റെ സിദ്ധാന്തം പഠിച്ചിട്ട് മോൻ എഞ്ചിനീയർ ആയാൽ കൽബ് നന്നാവൂല. കൽബ് നന്നാവണമെങ്കിൽ കരിങ്കല്ലിനെ കരയിപ്പിച്ച വിജ്ഞാനം പഠിക്കണം. അത് ഇൻഷാ അല്ലാഹ് ഞാൻ തുടങ്ങുകയാണ്. അല്ലാഹുനാക്കി തരട്ടെ. മോനെ കൽബ് പറയണ മനസ്സിലാവണുണ്ടോ? എനിക്കിത്തിരി ക്ഷോഭ ഇന്ന് കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നണുണ്ട്? ഉണ്ടാ? അത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 3-4 ദിവസമായി. അതിൻ്റെ മക്കളെ കാണാത്ത ക്ഷോഭമാ. അതുണ്ടാവണമെങ്കിൽ, കൽബ് നന്നാവണമെങ്കിൽ കരിങ്കല്ലിനെ കരയിപ്പിച്ച വിജ്ഞാനം ഉണ്ടാവണം. അല്ലാഹുനാക്കി തരട്ടെ. അല്ലാഹുനാക്കി തരട്ടെ. കൽബ് തുറക്ക് സഹോദരങ്ങളെ. കൽബ് തുറക്കാനുള്ള വിഷയമാണ് ലോകാവസാനത്തിന് ശേഷം. കൽബ് തുറക്കണമെങ്കിൽ ആരാൻ പഠിപ്പിച്ചു കൊടുത്ത 2000 വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അബദ്ധ സിദ്ധാന്തം പഠിച്ച അരിസ്റ്റോട്ടലിന്റെ സിദ്ധാന്തം പഠിച്ചാൽ നടക്കില്ല. ഹൃദയം നന്നാകണമെങ്കിൽ കരിങ്കല്ലിനെ കരയിപ്പിച്ച വിജ്ഞാനം വേണം. അത് ഏത് വിജ്ഞാനമാ? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറാ عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. ഇന്ന്
ഇന്നത്തെ ദിവസം നന്നാവണോ? ഏത് മനസ്സും നന്നാവണോ? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ പൊന്നുമക്കളെ നാളെ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ എന്റെ ഭാര്യ നരകത്തിൽ പോവാൻ പാടില്ല, എന്റെ മക്കളെ നരകത്തിൽ പോവാൻ പാടില്ല. ആ നരകത്തിന് തീ കത്തിക്കാൻ ഉപയോഗിക്കുന്നത് കരിങ്കല്ലുകളെയാണെന്ന് ആയത്തിറങ്ങിയപ്പോ ഈ ആയത്ത് കേട്ടിട്ട് കരിങ്കല്ല് പൊട്ടിക്കരഞ്ഞില്ലേ മനുഷ്യന്മാരെ? നിങ്ങൾ കേട്ടിട്ട് കരഞ്ഞില്ലല്ലോ, കരിങ്കല്ലിരുന്ന് പൊട്ടിക്കരഞ്ഞു പോയില്ലേ? എന്താ കരയുന്നതെന്ന് ചോദിച്ചപ്പോ എനിക്ക് പേടിയാവുന്നു, എനിക്ക് പേടിയാവുന്നു. പൊന്നുമോനെ, സദസ്സിലിരുന്ന മജ്ജയും മാംസമുള്ള മനുഷ്യരല്ല, ഈ പൊതുറോഡിൽ കിടക്കുന്ന കരിങ്കല്ല്, നിന്റെ കാൽപ്പാടത്തിന്റെ അടിയിൽ കിടക്കുന്ന കരിങ്കല്ല് പൊട്ടിക്കരയുകയാ. നാളെ നരകത്തിന് മനുഷ്യര് തീ കൊളുത്തുമ്പോ വിറകിന് പകരമല്ല തിരികെ വെക്കുന്നത് തന്നെയല്ലേ? ആ കണ്ണുനീരൊരൊറ്റ കാരണത്താൽ അള്ളാഹു പറഞ്ഞില്ലേ നബിയെ, ആ കരിങ്കല്ലിനോട് പറയ് നബിയെ, ആ കരിങ്കല്ലിനെ നരകത്തിലിടില്ലെന്ന് പറയ് നബിയെ. അത് ഈ കരകമോത്തിട്ട് പൊട്ടിക്കരഞ്ഞതല്ലേ? എന്റെ പൊന്നു സഹോദരങ്ങളെ, കരിങ്കല്ല് പൊട്ടിക്കരഞ്ഞു പോയി നരകത്തെ ഓർത്തപ്പോ എന്തേ നമുക്ക് കരയാൻ കഴിയുന്നില്ല? എന്തേ നമുക്ക് കരച്ചിൽ വരാൻ? കരിങ്കല്ല് കരഞ്ഞു. ആ കരയിപ്പിക്കുന്ന വിജ്ഞാനം പഠിക്കണം. അതാണ് ലോകാവസാനത്തിന് ശേഷം. അള്ളാഹുനാക്കി തരട്ടെ, അള്ളാഹുനാക്കി തരട്ടെ. കരയം ചില ആളുകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പറയുക, ഈ എന്താണ് പാർക്കുന്ന കൂട്ടിൽ തന്നെ വിസർജിക്കുന്ന ചില ജീവികളുണ്ട്. അവർ ഈ വാക്കവി അങ്ങോട്ട് പ്രസംഗിച്ചിട്ട് കരയണം കണ്ടോ, അത് പെണ്ണുങ്ങളെ താലിമാരി ഊരാനുള്ള കരച്ചില. പറയണവനെ ഞാൻ വെല്ലുവിളിക്കുന്നു, ഇവിടെ നിന്നിട്ട് നിനക്ക് കരയണോന്ന്